രാവിലെ തന്നെ എങ്ങോട്ടൊന്നും അറിയത്തില്ല. രാവിലെ തന്നെ റോഡിലോട്ട് ഇറങ്ങി. എങ്ങോട്ട് പോകണമെന്നും അറിയത്തില്ല. ഇങ്ങനെ നടക്കുവാണ്. എങ്ങോട്ട് പോകണമെന്ന് ഒരു ഐഡിയ ഇല്ല. എവിടെ പോകണോ, ഈ വഴി എങ്ങോട്ട് പോകണോ അങ്ങോട്ട് തന്നെ പോകാമെന്ന് പറഞ്ഞിറങ്ങിയതാണ്. ഇവിടെ ബസ്സേ കിടപ്പുണ്ട്. റോഡൊക്കെ കുഴപ്പമില്ല. ഹോങ്കോങ്ങിന് ആവശ്യമാണെങ്കിൽ അത്രയും വൃത്തിയില്ല, എങ്കിലും ഓക്കെയാണ് കേട്ടോ. ഇവിടെ സാധനങ്ങൾക്ക് വിലക്കുറവാണ്. ഡ്രസ്സുകളായാലും എല്ലാത്തിനും വിലക്കുറവാണ്. ഒരു ബേക്കറിയാണ്, ഫുഡൊക്കെ കുറവാണ്. ഞാനിപ്പോൾ ആലോചിക്കുന്നത് നമ്മുടെ ലേബർ ഇന്ത്യയിലൊക്കെ പണ്ട് പഠിക്കുന്ന സമയത്ത് കാണുമായിരുന്നു സന്തോഷ് ജോർജ് കുളങ്ങരയെന്ന് പറഞ്ഞ്. പുള്ളിയൊക്കെ വീഡിയോ ഒക്കെ ചെയ്ത് എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഈ വീഡിയോസൊക്കെ എടുക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് കേട്ടോ. അന്നത്തെ കാലത്ത് ഇതേണക്ക് ഇത്രയും ഇതൊന്നും ഇല്ലെങ്കിൽ കൂടി പുള്ളി ആ വീഡിയോസൊക്കെ എടുത്ത് ഇത്രയും വലിയൊരു ഇതിൽ ആയെന്ന് വെച്ചാൽ ആളിനെ സമ്മതിക്കണം കേട്ടോ. എനിക്കിതാ ഈ വീഡിയോസ് എടുത്തിട്ട് തന്നെ കാണാൻ പോലും ആൾക്കാർ നമുക്ക് വളരെ കുറവാണ്, എങ്കിലും ഓക്കെയാണ് കേട്ടോ. എനിക്കൊരു പെട്ടെന്ന് 500 സബ്സ്ക്രൈബർ ആയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എന്തെന്നറിയത്തില്ല, ഇപ്പം വീഡിയോസൊക്കെ എടുക്കാനുള്ളൊരു എനർജി കിട്ടിയ പോലെയാണ് കേട്ടോ. ഇതിൽ നിന്ന് വേറൊന്നുമല്ല, ഈ നമ്മളെടുക്കുന്ന വീഡിയോ ഒരാൾ കാണുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലേ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. ആ ഒരു സന്തോഷം വേറെ ലെവലാണ് കേട്ടോ. ഈ മുമ്പൊക്കെ ഞാൻ ഫേസ്ബുക്കിലൊക്കെ വീഡിയോസൊക്കെ ഇടുമ്പോൾ വീഡിയോസല്ല ഫോട്ടോസൊക്കെ ഇട്ടാൽ തന്നെ 50-60 പേരൊക്കെയാണ് കാണുന്നത്. പക്ഷേ ഇത് ചില വീഡിയോസൊക്കെ ഒത്തിരി ആൾക്കാർ കാണുന്നുണ്ട്. ഒരു 100 പേരൊക്കെ കാണുമ്പോൾ തന്നെ അതിനെ പറയാനാവാത്ത സന്തോഷമാണ് കേട്ടോ. ഇതാണെങ്കിൽ യൂട്യൂബിൽ ഓരോരുത്തരൊക്കെ ഇടാനത്തേക്ക് ഒരുപാട് കിട്ടുന്നുണ്ട്. പക്ഷെ അത്രയൊന്നും കിട്ടിയില്ലെങ്കിൽ കൂടി ഞാൻ ഓക്കെയാണ് കേട്ടോ. ഈ വീഡിയോസ് ഞാൻ ഇത്രയും പേര് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. ഇത് നമ്മുടെ നാട്ടിലെ കൊഞ്ചാണോ എന്താണെന്ന് അറിയത്തില്ല. ഇവിടെ ഞണ്ട് ഫേമസ് ആണ് കേട്ടോ, പൈസയും കൂടുതലാണ്. ഞണ്ടിനെ പിടിച്ച് കാലും കൈ കെട്ടിയിട്ടേക്കുന്നതാണ്. അവിടെ ബൈക്കിൻ്റെയും കാറിൻ്റെയൊക്കെ ഒരു വർക്ക്ഷോപ്പാണ്. മോഡിഫൈഡ് ചെയ്ത് കൊടുക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. എന്താണെന്ന് കൂടുതലായിട്ട് അറിയത്തില്ല. നല്ലൊരു ബൈക്കൊക്കെ സ്പോർട്സ് ബൈക്ക് ഇരിപ്പുണ്ട്. ഇവിടെയൊക്കെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വൈകിട്ടൊക്കെ എല്ലായിടത്തും ഈ ചന്ദനത്തിരി കത്തിച്ചിട്ട് പൂജയ്ക്ക് ആപ്പിളും ഓറഞ്ചും ഒക്കെ വെച്ചാകും കേട്ടോ. അത് ആർക്കും ഉണ്ടല്ലോ വൈകിട്ടാകുമ്പോഴത്തേക്ക് എടുത്ത് കഴിക്കാം. അതിൻ്റെ കുഴപ്പമില്ല. ഇത് പോർച്ചുഗീസുകാർ പണ്ടുണ്ടാക്കിയൊരു മ്യൂസിയമാണ് കേട്ടോ, ഈ പച്ച കളറ് കാണുന്നത്. ഇപ്പം നമ്മൾ നടന്ന് ഒരു അമ്പലത്തിൻ്റെ അടുത്തെത്തി. ഇവിടെ അമ്പലമാണെങ്കിലും ഇവിടെ നല്ല വൃത്തി. അത് ഞാൻ ഒരു കാര്യമുണ്ട് കേട്ടോ, എങ്ങോട്ട് പോയാലും അതിൻ്റെ ഇതായിട്ടുള്ളൊരു വൃത്തി, ഒരു ഭംഗി, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എല്ലാ വീഡിയോയിലും പറയുന്നതല്ലേ ഇതല്ലേ. ആ ഒരു വൃത്തി എന്ന് പറഞ്ഞാൽ അതൊരു വേറെ ലെവലാണ് കേട്ടോ. ഇവിടെ എല്ലായിടത്തും നോക്കിയാൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടല്ലേ ഇരിക്കുന്നത്. ഇതാണ് അമ്പലം കേട്ടോ. ഇതല്ല അമ്പലം, അതൊരു പെട്ടിക്കടക്കണത്തെ കടയാണ്. ഇതിൻ്റെ അകത്തോട്ടാണ് അമ്പലം. അമ്പലത്തിലോട്ട് കയറാം എന്തായാലും. അമ്പലത്തിൽ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. രാവിലെ ആണെങ്കിലും തിരക്കൊക്കെ ഉണ്ട്. ചന്ദനത്തിരി ഇവിടെ വലിയ ചന്ദനത്തിരിയാണ് കേട്ടോ. നമ്മളവിടുത്തെ ചെറുതല്ല, വലിയ ചന്ദനത്തിരികളാണ്. അവിടെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഫാനിൻ്റെ ആവശ്യം സത്യം പറഞ്ഞാൽ ഇവിടെ ഇല്ല. എനിക്കൊന്ന് ഈ ചന്ദനത്തിരിയുടെ പുക നിൽക്കാതിരിക്കാൻ അടിച്ച് കളയാൻ വേണ്ടി വല്ല ഓണമെന്ന് അറിയത്തില്ല. അവിടെ ചന്ദനത്തിരിയാണ് കത്തിക്കുന്നുണ്ടോ, വലിയ ചന്ദനത്തിരി. മെഴുകുതിരിയാണ് കത്താറുണ്ട് കേട്ടോ. ഇത് സെക്യൂരിറ്റി, ഇവിടുത്തെ നോക്കുന്ന ആളാണ്. ഇത് സിനിമയിൽ അഭിനയിച്ചിട്ട് ഇറങ്ങി വന്നതാണെന്ന് തോന്നല്ലേ. ഇതൊക്കെ ഞാൻ ചൈനീസ് പടത്തിൽ കണ്ടിട്ടുള്ളൂ കേട്ടോ. ഈ കുംഫും ഒക്കെ കാണുന്ന പടങ്ങളിലല്ലേ, അതിലെ ഡ്രസ്സുകളൊക്കെ ഉണ്ട്. ഒരു അമ്മൂമ്മ പാവം നടന്നു പോകുന്നുണ്ട്. ഞാൻ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോകണം. ഇവിടെ എല്ലായിടത്തും ഉണ്ട് ചെറിയൊരു ചന്ദനത്തിരിയുണ്ട് കേട്ടോ. സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോകണം. മുകളിൽ ഉണ്ടെന്നോളൂ. അമ്പലമാണ് ഇവിടുത്തെ. ഇറങ്ങി വരുന്ന ഓക്കെ. ആളൊഴിഞ്ഞ കേട്ടോ. നല്ല തിരക്കുണ്ട് കേട്ടോ രാവിലെ തന്നെ. ഇവിടെ ഫുള്ള് പാറയാണ്. പക്ഷെ പാറയൊന്നും പൊട്ടിക്കാതെ അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ വഴി റെഡിയാക്കി പോയൊക്കെയാണ്.
നല്ല തിരക്ക് രാവിലെ. ഇവിടെ അമ്പലം അതിന് ഫുൾ ടൈം ഓപ്പൺ ആണെന്ന് തോന്നുന്നു. എല്ലാം പാറയാണ് കേട്ടോ. അവിടെ പാറയിലൊക്കെ എന്തൊക്കെ എഴുതിയേക്കുന്നത് അതൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും മുകളിലോട്ട് പോയേക്കാം. മലയുടെ മുകളിൽ, പാറയല്ല മലയല്ല, പാറയുടെ മുകളിലോട്ട് കയറി പോവാണ്. അവിടെ നിന്ന് താഴോട്ട് കാണാൻ നല്ല വ്യൂസ് ആയിരിക്കും. എന്തായാലും നമുക്ക് മുകളിലോട്ട് കയറി നോക്കാം. ഇവിടെ നിന്ന് താഴോട്ട് നോക്കിയാൽ ഈ ഒരു ലെവലാണ് കേട്ടോ. ഇനിയും കുറച്ചും കൂടെ മുകളിലോട്ട് കയറാനുണ്ട്. ഇവിടെയും പാറയിൽ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് മനസ്സിലാവുന്ന ഭാഷ അല്ലാത്തതുകൊണ്ട് ഫ്രണ്ടിലോട്ട് തന്നെ നടക്കാം. ഇവിടെ ഒരിടത്തും ഇംഗ്ലീഷിലൊന്നും എഴുതി വെച്ചിട്ടില്ല കേട്ടോ. ഇംഗ്ലീഷ് നമുക്ക് വായിച്ചാൽ ഒരുവിധം മനസ്സിലാവില്ലേ. അപ്പം എവിടെ എത്തി കഴിഞ്ഞ ഇവിടെ വരെയുള്ള എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. അമ്പലത്തിൽ എന്തൊക്കെയോ കാര്യങ്ങളാണ്. ഇവിടം വരെയുള്ളൂ കേട്ടോ. കുറച്ച് സ്റ്റെപ്പ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിയും. ഇവിടെയും ഫോട്ടോ, ഇവിടെ വരുന്നവർ കൂടുതലും ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് എല്ലായിടത്തും വരുന്നത്. എല്ലാ സ്ഥലങ്ങളിൽ ചെന്നാലും ഫോട്ടോസാണ് കൂടുതലായിട്ട്. ഇവിടെ അങ്ങനെ പിന്നെ ഒന്നുമില്ല കേട്ടോ. ഇവിടെ താഴോട്ട് കാണാൻ നല്ല രസമുണ്ട്. നല്ല വ്യൂ ആണ് കേട്ടോ. ഇവിടെ നിന്ന് മുകളിലോട്ട് സ്റ്റെപ്പുണ്ട്. ഇതുവഴി മുകളിലോട്ട് എടുപ്പോൾ കഴിഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ. ഇതും കൂടെ കഴിയാനത്തേക്ക് മുകളിലാണ് മെയിൻ അമ്പലം എന്ന് തോന്നുന്നു. എന്തായാലും മുകളിലോട്ട് കയറിയിട്ട് ഇറങ്ങാം. ഇവിടെ സ്റ്റെപ്പ് ഇത്തിരി നല്ല കുത്തനെയാണ് കേട്ടോ. കയറാൻ കുറച്ച് പാടുണ്ട്. താഴോട്ട് പതുക്കെ പഠിച്ചിറങ്ങുവാണെന്നുള്ളു. സൈഡിലോട്ട് ഒതുങ്ങിപ്പോവാം. അങ്ങോട്ട് നമുക്ക് ഇവിടെ കണ്ടേ ഇംഗ്ലീഷ് എപ്പോഴാണ് കണ്ടത് നോ എൻട്രി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങോട്ടേക്ക് കയറാൻ പറ്റില്ലെന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ എന്തൊക്കെ എഴുതി വെച്ചേക്കുന്നത് എന്താണെന്ന് അറിയത്തില്ല. നോ എൻട്രി അവിടെ ക്യാമറയും വെച്ചിട്ടുണ്ട് താഴത്തോട്ട് അതിലേക്ക് കയറുന്നതെന്ന് അറിയാൻ വേണ്ടി. എന്തായാലും നമുക്ക് അമ്പലത്തിലോട്ട് പോകാം. ഇവിടെ എല്ലാവരും ചന്ദനത്തിരി, വിളക്ക് വളരെ കുറവാണ് കേട്ടോ. ഇവിടെ എല്ലാം ചന്ദനത്തിരിയാണ്. വലിയ ചന്ദനത്തിരിക്കുന്നുണ്ട് അവിടെ അകത്ത്. ആ ചന്ദനത്തിരി ചില സമയങ്ങളിൽ നമ്മൾ ബുദ്ധൻ്റെ അവിടെ പോയപ്പോഴേക്കും അവിടെ ഉണ്ടാകുന്നുണ്ട് വലിയ ചന്ദനത്തിരി കത്തിച്ചേക്കുന്നത്. ഇവിടെ ഇതുവരെ കണ്ടില്ല. ഓരോരുത്തർ നേർന്നത് കത്തിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. വിളക്ക് നല്ല കർപ്പൂരം വിളക്ക് തന്നെയല്ലേ. വിളക്ക് കണ്ടില്ലെന്ന് പറഞ്ഞാൽ വിളക്കുണ്ട്. ഈ ബ്ലാക്ക് ഇട്ട് നിൽക്കുന്നവരെല്ലാം ഇവിടുത്തെ ഇത് നോക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ്. പിന്നെ അവിടെ വെളിയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല വ്യൂ ഉണ്ടല്ലേ. കുറച്ച് മുകളിലാണ് നിൽക്കുന്നത്. അത് താഴോട്ട് കാണാൻ നല്ല രസമുണ്ട്. വലിയ ചന്ദനത്തിരി ഇതിൽ നിന്ന് വലുതുണ്ട് കേട്ടോ. ഇത് ഒരു ഇടത്തരമാണ് കേട്ടോ. ഇതിൻ്റെ ഇതിനെ കാട്ടി വലുതാണ് അന്ന് ബുദ്ധൻ്റെ അവിടെ പോയപ്പം കണ്ടത്. വലിയ ചന്ദനത്തിരിയാണ് കേട്ടോ. ഇവിടെ മുളകളാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞ് ഇപ്പോൾ താഴോട്ടിറങ്ങാം. ഇവിടെ എല്ലാം ഒരുവിധം ഇവിടം വരെ ഉള്ള മുകളിലോട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ല. എല്ലാവരും ഇനിയിപ്പോൾ ഫോട്ടോ ഓരോ സൈഡിൽ നിന്ന് ഫോട്ടോ എടുക്കണം. ഈ വട്ടത്തിലിരിക്കുന്ന ഇത് കാണിച്ചു തരാം. ഈ മുകളിലോട്ട് വന്ന് പോയിട്ട് വന്നിട്ട് കാണിച്ചു തരാം. മുകളിലോട്ട് എന്തോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ. അവിടെയും ഫോട്ടോ എടുക്കാനുള്ള ഒരു സ്പോട്ടാണെന്നേ ഉള്ളൂ തോന്നുന്നു. അവിടെയും പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാവരും തകർത്തുനിന്ന് ഫോട്ടോ എടുക്കുന്നു. ഇവരെ നമ്മൾ കുറച്ച് മുന്നേ കണ്ടായിരുന്നു. ഇവരിവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം വന്നതാണെന്ന് തോന്നുന്നു. ഇവിടെ പ്രത്യേകിച്ച് ഇവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. അല്ലാതെ പ്രത്യേകിച്ച് അവിടെ ഒന്നുമില്ല. എന്തായാലും ഇനിയിപ്പം അവിടെ പ്രത്യേകിച്ചൊന്നും എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. ലൈറ്റുണ്ട് അങ്ങോട്ട്. രാത്രി വരുവാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാകുന്നു. ഇപ്പോഴും കാണാൻ ഒരു പാറയിൽ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. അതിനപ്പുറത്തോട്ടൊന്നുമില്ല അവിടെ.
താഴോട്ട് ഇറങ്ങുന്നതിന് നല്ലതെന്ന് തോന്നുന്നു. ഇവിടെ താഴോട്ടുള്ള വ്യൂ കൂടെ കണ്ടിട്ട് ഇറങ്ങാം. ഇവിടെ എത്രയേ ഉള്ളൂ കേട്ടോ. അല്ല, ഇത് ചന്ദനത്തിരിയാണ് കേട്ടോ. ഈ കൊട്ടാണ് ഇങ്ങനെ റൗണ്ട് റൗണ്ട് എടുക്കുന്നത്. ഇതൊരു മോഡല് ചന്ദനത്തിരിയാണ്. ഇത് ഞാൻ ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ട് കാണുന്നത്. ഈ കാണുന്നതെല്ലാം ചന്ദനത്തിരിയാണ്. അത് ഞാൻ പിന്നെയാണ് സാറേ, ചൈനീസിലെ സിനിമ ഉണ്ട് കേട്ടോ, ഡ്രസ്സൊക്കെ ഇട്ട്. പക്ഷേ വേറെ ആർക്കും ഡ്രസ്സില്ല. നീ ഫോട്ടോഷൂട്ടിന് വേണ്ടി വല്ല ഇതിട്ടതാണെന്ന് അറിയത്തില്ല. അതാ അങ്ങനെ അവരുടെ ഡ്രസ്സിങ് ഇങ്ങനെയാണെന്ന് അറിയാൻ വയ്യ. അവർ വലുതായിട്ട് ഫോട്ടോ എടുക്കുന്നതൊന്നും കണ്ടില്ല. വല്ല രാജകുടുംബത്തിലോ വല്ലതും ആണോന്നും അറിയത്തില്ല. അല്ല, ഇതാണ് ചന്ദനത്തിന് ഞാൻ പറഞ്ഞത്. ഇവിടെ ആരായിരിപ്പുണ്ട്? ഇവിടെ കുഞ്ഞ് ചന്ദനത്തിരി കേട്ടോ, നമ്മുടെ നാട്ടിലത്തെ പോലെ ചന്ദനത്തിരിയാണ് കൂടുതൽ ഇവിടെ. അവിടെ ഇതേ ഉള്ളു. ഇനി എന്തായാലും നമുക്ക് താഴോട്ടിറങ്ങാം. പക്ഷെ ഇത് കൊള്ളാം കേട്ടോ, ഈ ചന്ദനത്തിരി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇവിടെ വന്നിട്ടാണ് ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ. വലിയ ചന്ദനത്തിരിയും കണ്ടിട്ടില്ല. ബുദ്ധൻ്റെ അവിടെ പോയപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത്. ഇറങ്ങി താഴെ എത്തി. എൻ്റെ മുകളിൽ നിന്നാണ് അവിടെ താഴെ എത്തിയാണ് കേട്ടോ. ഇനിയിപ്പം പുറത്തോട്ടിറങ്ങാം. ഇപ്പോൾ ഇവിടെ നിന്ന് ചെന്നപ്പോൾ എല്ലാവരും അകത്തോട്ട് കയറുന്നു. ഇവിടെ എന്തെങ്കിലും ഉണ്ടാകുന്ന അവൻ്റെ അകത്തോട്ട് കയറിയാണ്. ഇവിടെ ഇത് അമ്പലമാണ് കേട്ടോ. ഇവിടെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്, ഒന്നും വായിക്കാൻ പറ്റുന്നില്ല. ആരാണെന്നൊന്നും അറിയത്തില്ല കേട്ടോ. അത് ഇവിടെ എല്ലാവരും കൈ വരയ്ക്കും. ഇവിടെ വിളക്കെത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ കൈ വരയ്ക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ തിരക്കിയപ്പം ചോദിച്ചപ്പോഴേ, നമ്മൾ കൈ വെച്ച് വരയ്ക്കുമ്പം മണിനാഥത്തിൻ്റെ സ്വരം കണക്ക് വേവ് ആ വെള്ളത്തിൽ വരുവാണെങ്കിൽ നമ്മുടെ തെറ്റേറ്റങ്ങളെല്ലാം പുറത്ത് ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസമാണ് കേട്ടോ. അങ്ങനെ ഇവർ കഴിഞ്ഞിട്ട് ഞാനും ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. ഇവർക്ക് മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഇവർ കഴിഞ്ഞിട്ട് ഞാനിവിടെ ചെയ്ത് നോക്കാമെന്ന് വെച്ച് ഇവിടെ ചുറ്റി കണ്ടിട്ട് ചെയ്യാം. വലിയ ചന്ദനത്തിരിക്കുന്നത് ഞാൻ ചെയ്തായിരുന്നു ചേട്ടാ. എനിക്ക് പെട്ടെന്ന് വന്നേട്ടാ. ആ തൊട്ടപ്പുറത്തേക്കുന്നൊരു അമ്മമ്മ ഉണ്ടാ, ഒരു ഇപ്പം അമ്മ ഇപ്പം ചെയ്യും. അപ്പോൾ ആര് പറഞ്ഞ് മതി എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞ് ഓക്കെ ആയെന്ന് പറഞ്ഞേട്ടാ. അണ്ട് മണിനാഥ അടിക്കുന്ന എനിക്ക് ഇത് വന്നിട്ടത് എപ്പോഴും വരുന്നില്ല, എല്ലാവർക്കും കിട്ടത്തില്ല ചേട്ടാ. അത് ഈ അമ്മമ്മേടെ അടുത്ത് പറഞ്ഞ് മതി, എനിക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞ് എനിക്ക് പെട്ടെന്ന് ഓക്കെ ആയിട്ടാ. ഇങ്ങനെ എല്ലാവരും ഇപ്പം ക്യൂ നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ പിടി കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും കൈ വെച്ച് വരച്ച് നല്ല ക്ലീനായിട്ടിരിക്കുകയാണ് കേട്ടോ. നല്ല